എന്തേടാ പെണ്ണുമ്പിള്ള എന്തേ? അവള് പോയി ഉസ്താദേ, അവള് പോയി. എന്തേടാ? അവള് പോയി. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവള് പോയെന്ന്. എന്തോ വലിയ ഭാരം പോലെയാണോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം ഇന്ന് കുടുംബ വഴക്കുകൾ വല്ലാതെ വർദ്ധിക്കുന്നു. കാരണമൊന്നും വേണ്ട. ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് കരയാ, ഉസ്താദെ പള്ളിയിൽ നിന്ന് പേപ്പർ വന്നു ഉസ്താദെ. ഞാൻ ചോദിച്ചു എന്താടാ? എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ടാന്ന്. എന്ത് പറ്റിയിട്ടാ ചെറുപ്പക്കാരാ? അവള് സങ്കടത്തിൽ ഇരുന്നപ്പോ ഞാൻ അവളെ സമാധാനിപ്പിച്ചില്ല, അതുകൊണ്ട് അവൾക്ക് വേണ്ടാന്ന്. കൊള്ളാം, നല്ലത്. കാരണങ്ങൾ നോക്കണം. ഇന്നത്തെ കാരണങ്ങൾ എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സുഹൃത്തുണ്ട്, എന്നോട് പറഞ്ഞു ഉസ്താദ് അനിയന്റെ കല്യാണം ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് എന്നെ നിക്കാഹ് നടത്തണം വരാന്നൊക്കെ പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റിയില്ല. അവൻ അവസാനം ഞാൻ കണ്ടപ്പോ ജാമ്യം എടുക്കാൻ വേണ്ടി അടുത്ത് പോയിട്ട് പറഞ്ഞോടാ എനിക്ക് സുഖമില്ലായിരുന്നു, വരാൻ പറ്റിയില്ലടാ, അള്ളാഹു ബർക്കത്തൊക്കെ ചെയ്യട്ടേടാ. എന്തേടാ പെണ്ണുമ്പിള്ള എന്തേ? അവള് പോയി ഉസ്താദെ, അവള് പോയി. എന്തേടാ? അവള് പോയി. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവള് പോയെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ കാരണങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിന്റെ വിലയും അതിന്റെ മഹത്വം ഒന്നും നമുക്കറിയണില്ല. ഈ ഇരിക്കുന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ചോദിക്കും ഹബീബെ ഭാര്യ എങ്ങനെയുണ്ട്, ജീവിതം എങ്ങനെയുണ്ട്? എന്താ പറയാനാ, എങ്ങനെ പോണെന്ന് എന്ന് പറഞ്ഞാ എന്തോ വലിയ ചുമട് ഇവൻ ചുമന്നോണ്ട് നടക്കണ പോലെ, പെട്ടുപോയി ഇനി അങ്ങ് അനുഭവിച്ചു തീർക്കാം എന്ന് പറയണ പോലെ, എന്തോ വലിയ ത്യാഗം പോലെ. എടാ, ഏത് മനുഷ്യനും ചോദിക്കുമ്പോ പറയും എന്തോ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെ, ഒരു വ്രണത്തിൽ എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞാൻ വഹിക്കുന്ന പോലെ പറയാ ഇങ്ങനെ പോണ്. പെണ്ണിനോട് ചോദിക്കും ഇക്ക അങ്ങനെയുണ്ടോ? ഓ അന്നും പറയണ്ടടി, പറയാതിരിക്കല നല്ലത്. അവസ്ഥ അങ്ങനെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ സഹോ? നിങ്ങൾക്കറിയോ അതിന്റെ വില എന്താണെന്ന്? ഇവിടെ കുടുംബ ജീവിതത്തിന്റെ വില അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഇന്ന് ലോകത്ത് ജനങ്ങൾ സമാധാനമില്ലാതെ നെട്ടോട്ട് ഓടുന്ന കാലവാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം കഴിച്ചാൽ സമാധാനം അവർക്കുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനം കിട്ടാനുള്ള വഴി എന്താ?